നമസ്തേ. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ, വിശദമായ വിവരങ്ങൾ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരുന്നതാണ്. സുപ്രീം കോടതിക്ക് വലിയ നിർബന്ധമാണ് അത് പുറത്തു വിടണമെന്നുള്ളത്. പുറത്തു വിട്ടിട്ട് എന്തോ വലിയ കാര്യം സാധിക്കാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി ഈ ഈ കേസിൽ നിലപാടെടുത്തിട്ടുള്ളത്. എന്താണ് ഇനിയിപ്പം പുറത്തു വരാൻ പോകുന്നത്? എത്ര രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിറ്റിട്ടുണ്ട്? ഏതെല്ലാം തീയതികളിൽ? ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുള്ളത്? ഇത് ഏതെല്ലാം പാർട്ടികൾക്കാണ് പോയിട്ടുള്ളത്? എന്നാണ് അവർ എൻകാഷ് ചെയ്തത്? ഏത് ബാങ്കിൽ നിന്നാണ്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ്, ഏതോ വലിയ കാര്യം സാധിക്കാൻ പോകുന്നുള്ള മട്ടിലാണ് ഇതിന് കേസിന് പോയവരും അതുപോലെ കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികളും കാത്തിരിക്കുന്നത്. അത് വലിയ കാര്യം സാധിക്കാൻ പോകുന്നത്. എല്ലാ കള്ളക്കളികളും പുറത്താകുന്നു. എന്ത് കള്ളക്കളി പുറത്താകാനാണ്? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കും കിട്ടിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട്. അപ്പം ആരാണ് ഇവർക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം വേണ്ടി വരുമായിരിക്കും. അതാണ് ഇപ്പോഴത്തെ വാർത്തകൾ കാണിക്കുന്നത്. ഇനി എത്ര സമയം വേണ്ടി വന്നാലും ആരാണെന്ന് ഓരോ പാർട്ടിക്കും എത്ര വീതം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പിന്നെ കണ്ടുപിടിക്കപ്പെടും. അപ്പോൾ ഇത് ഇവരെല്ലാം ആശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അദാനി BJPക്ക് ഒരുപാട് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അദാനിക്ക് ഇത്രയും വലിയ കോൺട്രാക്റ്റുകളൊക്കെ കിട്ടുന്നതിന് കാരണം ഈ ബോണ്ടുകളാണ്. ബോണ്ട് കണ്ടിട്ടാണ് ഇവർക്ക് ഇത്രയും ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് വാദിക്കാം. എന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിവരം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വാദിച്ച് വോട്ട് നേടാം. ഇതാണ് അവരുടെ മനപ്പായസം. പക്ഷേ ഇതിൽ കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ അദാനി തീർച്ചയായിട്ടും ഏത് വ്യവസായിയാണെങ്കിലും ഭരിക്കുന്ന കക്ഷിക്ക് കൂടുതൽ പൈസ കൊടുക്കും. ഈ കോൺഗ്രസിന് ഇപ്പം കൊടുത്തിട്ട് എന്താ ഗുണം? കേരളത്തിൽ ചെയ്തതുപോലെ കരിമണൽക്കാരൻ ചെയ്തതുപോലെ എല്ലാ കക്ഷികൾക്കും കൊടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികൾക്ക് മിണ്ടാതിരിക്കാൻ, ഭരണകക്ഷികൾക്ക് ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കാൻ, പത്രക്കാർക്കും ഈ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കാൻ. എത്ര നാളെ 1000 ദിവസം കഴിഞ്ഞ് ആറാട്ടുപുഴ നമ്മുടെ ആലപ്പുഴയിലെ ഭാഗങ്ങളിൽ സമരം, തീരദേശവാസികൾ സമരം ചെയ്തു. 1000 ദിവസം കഴിഞ്ഞ് കരിമണൽ ഖനനത്തിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും ആരും പത്രക്കാരും നോക്കത്തില്ല, മറ്റു മാധ്യമങ്ങളും നോക്കത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കും, അത്ര തന്നെ. എന്താണ് എല്ലാവരും പൈസ വെച്ചിട്ടുണ്ട് കരിമണൽ ഖനനക്കാരൻ്റെ അടുക്കൽ. അപ്പം മുഖ്യമന്ത്രിക്കും കിട്ടിയിട്ടുണ്ട്, പ്രതിപക്ഷ കക്ഷികൾക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പറയുന്ന, പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തു. അതിനൊക്കെ കണക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ അതിന് കണക്കുകൾ പറയേണ്ടി വരും. അന്നത്തെ അക്കൗണ്ടിൽ ഇലക്ഷൻ കമ്മീഷന് ഈ കണക്കുകൾ കൊടുത്തിട്ടുണ്ടാവണം. ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അവരും കെണിയും. ഇനി അതുപോലെ ഇവിടെ എന്തെങ്കിലും അതെല്ലാം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യുപകാരത്തിന് വേണ്ടിയാണ്. നിയമങ്ങൾ അത് കർശനമായിട്ട് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കും അതായത് ഭരിക്കുന്ന സർക്കാരിനും ഇതിനെക്കുറിച്ചൊന്നും പരാതിപ്പെടാതിരിക്കാനും ബഹളം ഉണ്ടാക്കാതിരിക്കാനും പ്രതിപക്ഷ കക്ഷികളും പത്രങ്ങൾക്കും. അതാണ് ഇവിടെ നടന്നത്. കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിൽ നടന്നതാണ്. അതുപോലെ എന്തോ വലുത് കിട്ടും എന്ന് വിചാരിച്ചാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ ഇത്ര ഉത്സാഹം കാണിക്കുന്നത്. അപ്പം മോദി സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് താരതമ്യേന കൂടുതൽ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇതിനോടകം വെളിയിൽ വന്ന വിവരങ്ങളാണ്. കൂടുതൽ ഫണ്ട് കിട്ടിയിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ തന്നെ കരിമണൽ ഖനന കാര്യത്തിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ അത്രയും ഫണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവത്തില്ല. തീർച്ചയായിട്ടും പറ്റില്ല. കാരണം എക്സിക്യൂട്ടീവ് അധികാരം കയ്യിരിക്കുന്നവർക്കായിരിക്കും കൂടുതൽ ഫണ്ട് കൊടുക്കുക. പിന്നെ വേറെയും ഫണ്ട് കൊടുക്കും. കാരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അനുകൂലമായ നയ രൂപീകരണത്തിന്, ശരിയായ നയങ്ങൾ രൂപീകരിച്ച് വ്യവസായത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അതിന് ഇവരിരുന്ന് കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളതുകൊണ്ട് അവർ ഫണ്ട് കൊടുക്കും. ഇതെല്ലാവരും ഇത് കാലാകാലങ്ങളിലായിട്ട് നടന്നു വരുന്നതാണ്. ഇപ്പോൾ അത് രഹസ്യമാക്കി വെക്കണം. ഓരോരുത്തർ ആർക്കൊക്കെ എത്ര ഫണ്ട് കൊടുത്തു എന്നുള്ളത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത്. ഇനി ഇത് ഈ ഒരു ഉദാഹരണത്തിന് നമുക്ക് മോദിക്ക് അല്ലെങ്കിൽ BJP സർക്കാരിന്, BJP എന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അന്നലെ കൊടുക്കുന്നത്, ഈ BJPക്ക് അദാനി വളരെയധികം പൈസ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അത് അങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അദാനി എടുത്ത കോൺട്രാക്റ്റുകളൊക്കെ അതിനുള്ള പ്രത്യുപകാരമായിട്ട്
എന്തെങ്കിലും ആനുകൂല്യം ചെയ്തു കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദാനി എന്തെല്ലാം കോൺട്രാക്റ്റുകൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം പൊതു ബിഡിങ് വഴിയാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ വിളിച്ചിട്ടങ്ങ് കൊടുക്കുകയല്ല. അതായത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരിക്കുന്ന കക്ഷിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു സൊസൈറ്റിയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ നടത്തുന്ന സൊസൈറ്റിക്ക് ഞങ്ങൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ വർക്ക് കൊടുക്കുന്നു. വേറെ ടെൻഡർ ഇല്ല, കൊട്ടേഷൻ ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങളങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ലാഭം ഞങ്ങളെല്ലാവരും കൂടെ വീതിച്ചെടുക്കുന്നു. അമ്മാതിരി പരിപാടിയാണോ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്? എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ടെൻഡർ വിളിച്ചിട്ടാണ്, അതുപോലെ അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിച്ചിട്ടാണ്. ഇനി അങ്ങനെ അല്ലെന്ന് നിങ്ങൾ തെളിയിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു സ്കോറിങ് പോയിൻ്റ് ഉണ്ട്. പ്രതിപക്ഷ കക്ഷികൾ അതാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ഇപ്പം കുഴൽനാടൻ ചെയ്തതുപോലെ ഇതിനകത്ത് മുഖ്യമന്ത്രി അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ അനർഹമായ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കരിമണൽ കമ്പനിക്ക് എന്ന് തെളിയിക്കണം. കുഴൽനാടൻ അതാണ്, അതിനുള്ള തെളിവുകളാണ് കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് സ്കോർ ചെയ്യാം. അല്ലെങ്കിൽ അത് വലിയ പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഴിമതി, അത് അഴിമതിയാണ്. അങ്ങനെ ഒരു അഴിമതി കേന്ദ്ര സർക്കാർ കാട്ടിയതായിട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതുവരെയും ആർക്കും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ആരോപണവും പോലും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മുദ്രാവാക്യം തന്നെ അവർ ഈ അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുമെന്നുള്ളതാണ്. അത് അങ്ങനെ മുദ്രാവാക്യം ഉയർത്താൻ തന്നെ കാരണം അവർക്ക് ഭാരതം മാതാവാണ് എന്നുള്ളതാണ്. ആ മാതാവിനെ പറ്റിക്കുന്ന പരിപാടി അവർ ചെയ്യത്തില്ലെന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഇത് ഇനി ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ ഓരോരുത്തരും എത്ര വീതം കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നാൽ പോലും ബി ജെ പിയെ ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പാണ്. നന്ദി, നമസ്കാരം.